സാർ, കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമം ഒരു വൻ വിജയമായിരുന്നു. സാർ, ഏതെല്ലാം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്? നയതന്ത്ര പ്രതിനിധികൾ, അതുപോലെ തന്നെ ലോകത്തെ മുൻനിര കമ്പനികളടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമോ? അടുത്ത വർഷം കൂടുതൽ വിപുലമായി എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? 26 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അംബാസഡർമാർ, കോൺസുലേറ്റ് ജനറൽമാർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ലോകോത്തര കമ്പനികളുടെ പ്രതിനിധികളും വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ കമ്പനികൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ കുറേ കാലമായി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനികളുടെ പ്രതിനിധികളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ അടുത്തിടെ നടന്ന ഏറ്റവും ബെസ്റ്റ് സബ്മിറ്റായി മാറാൻ നമുക്ക് കഴിഞ്ഞത് ഉള്ളടക്കം കൊണ്ടും തയ്യാറെടുപ്പും കൊണ്ടാണ്. അവിടെയുള്ള എല്ലാ പാനൽ ഡിസ്കഷനുകളും വളരെ സമ്പന്നമായിരുന്നു. ലോകോത്തര വിദഗ്ധന്മാർ ഓരോ മേഖലയ്ക്കകത്തും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നടത്തുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നത് എങ്ങനെ പ്രായോഗികമായി കൺവെർഷൻ റേറ്റ്, ഇന്ത്യയിലാകെ ഒരു 10-15% കൺവെർഷൻ റേറ്റ് ഉള്ളൂ. പരമാവധി കൺവെർഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു യജ്ഞമായിരിക്കും, ഒരു മിഷൻ പോലെ ആണ് പ്രവർത്തിക്കുക. അത് എല്ലാവരും ചേർന്നിട്ടാണ്. ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി തന്നെ എല്ലാവരും യോഗം വിളിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നുണ്ട്. നിയമസഭാ സാമാജികരും അവരവരുടെ മണ്ഡലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി വരുന്ന പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ ഒരു മേൽനോട്ടവും മുൻകൈയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.